ഇതാണ് നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ കൊടുക്കാൻ പോകുന്നത്. എല്ലാ സൺഡേ നമ്മൾ കൊടുക്കാറുണ്ട്. മട്ടൺ അല്ലെങ്കിൽ ബീഫിൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കും. ഓസ്കാർ, നമ്മുടെ ടൈഗർ ഓസ്കാറാണ് ഇത് നമ്മുടെ ഉള്ളത്. പിന്നെ അടുത്ത് നമ്മുടെ ഷാർക്ക്, പിരാന, ഇവരെല്ലാവരെയും നമ്മളൊരൊറ്റ അക്വേറിയത്തിലാണ് ഇട്ടിരിക്കുന്നത്. ചിലർ പറയാറുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല, അവർ പരസ്പരം അറ്റാക്ക് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊന്നും നമുക്ക് ചെയ്തിട്ടില്ല. അത് ഷാർക്കൊക്കെ നല്ല വൃത്തിയായിട്ട് മട്ടൺ പീസ് എടുത്ത് അടിച്ച് പൊളിച്ച് തിന്നുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പിരാന വന്ന് അടിച്ച് പോവും. പിന്നെ ഇവർക്ക് ഇങ്ങനെ ഒരു പീസ് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട്, ഇങ്ങനെ കെട്ടിയിട്ട് കൊടുക്കുന്നതുകൊണ്ട് ഇവർക്ക് അഗ്രഷൻ കൂടും. അതുകൊണ്ട് ഇവരുടെ പല്ലൊക്കെ നല്ല ഷാർപ്പായിട്ട് വരും പിരാനയുടെയൊക്കെ. അപ്പോൾ അതാണ് നമ്മളങ്ങനെ ഇട്ട് കൊടുത്തേക്കണത്. നമ്മൾ ഈ ഫിഷ് ഫുഡ് മാത്രം കൊടുക്കുമ്പോൾ ഒരു ഇതുണ്ടാവില്ല. ഇങ്ങനെ ഇടുമ്പോൾ കുറച്ചുകൂടെയും അവർക്ക് ഒരു ലൈവ് ഫുഡ് കഴിക്കുന്നൊരു എഫക്റ്റ് ഫീൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ കെട്ടിയിട്ട് കൊടുക്കുന്നത്. ഇത് നമ്മളെല്ലാ സൺഡേയും നമ്മൾ ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ വളർത്തി വരുന്നു. ചെറിയതായപ്പോൾ കൊണ്ടുവന്നിട്ടതാണ്. ഇപ്പോൾ അങ്ങനെ വലുതായി വരുന്നുണ്ട്. ഇനി നമ്മുടെ കയ്യിലൊരു റെഡ് ടൈലിന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. പിന്നെ അതുപോലെ നമ്മുടെ ആഫ്രിക്കൻ മുഷി, നമ്മുടെ ഫ്രിഡ്ജിൽ വളർത്തുന്ന ആഫ്രിക്കൻ മുഷി, അത് നിങ്ങൾക്കിതിൽ കാണാം. നമ്മുടെ വേറെ വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ കാണാം. ഇപ്പോൾ ഷാർക്കൊക്കെ നല്ല അടിച്ച് പൊളിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇടയ്ക്ക് ഇതിൽ ഇങ്ങനെ തൂക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇതായിരിക്കും. ഇതേ പിരാന ഒന്ന് അറ്റാക്ക് ചെയ്ത് പോയി. നമ്മൾ ആദ്യം തന്നെ ഇട്ടാപ്പുള്ള റെസ്പോൺസാണ് അത് ആദ്യം കാണിക്കുന്നത്. കുഴപ്പമില്ല, നല്ല രീതിയിൽ അവർ കഴിച്ച് തിന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ഈ സാധനം ട്രൈ ചെയ്ത് നോക്കണവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോഴും കുറച്ചുകൂടി ഇതിപ്പോൾ ക്ലിയർ അല്ലാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്വേറിയത്തിൻ്റെ ഒരു ക്ലീനിങ് കുറവിൻ്റെ ഒരു ഇതാണ്. ഞാൻ അങ്ങനെ ക്ലീൻ ചെയ്യാറില്ല. മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴേക്കും നമ്മൾ അക്വേറിയം തന്നെ ക്ലീൻ ചെയ്യാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. മീനുകൾ അതിൽ കംഫേർട്ടാണ്. അവർ അതിലിങ്ങനെ ശീലിച്ചു. ഇടയ്ക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒരു 2-3 കപ്പോ വെള്ളം എടുത്തിട്ട് മാറ്റിയിട്ട് അതിലേക്ക് പുതിയ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ ഓക്സിജൻ ഫിൽറ്റർ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അവരങ്ങനെ അത് ജീവിച്ചു പോകും. അത് കുഴപ്പമൊന്നുമില്ല. പലരും ചിലപ്പോൾ പറയും ഇത്ര ഡിഗ്രി അത്ര ഡിഗ്രി സെൽഷ്യസ് വേണം അങ്ങനെയൊക്കെ. നമ്മളങ്ങനെയൊന്നുമില്ലേ. നമ്മൾ ഈ പിള്ളേരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വളർത്തിയെന്നേ വളർത്തി വന്നപ്പോൾ നല്ലൊരു ഇൻട്രസ്റ്റായി. ഓസ്കാറൊക്കെ ചെറിയ 2 കുട്ടികളാണ് കിട്ടിയതാണ്. അവരിപ്പോൾ നല്ല വൃത്തിയിൽ വന്നിട്ടുണ്ട്. അതായത് അങ്ങനെ ഇട്ട് കൊടുക്കുക. അവരിങ്ങനെ വന്ന് ഷാർക്കൊക്കെ ഇങ്ങനെ വന്നിട്ട് കടിച്ചിട്ട് ഇങ്ങനെ പോകും. നല്ല രസമാണത്. ഇത് നമ്മുടെ ചെക്കൻ വന്നിക്കണു, ഓസ്കാറൊക്കെ വന്നിക്കണു നോക്കണു. ചില സമയത്ത് അവൻ മുകളിലേക്ക് ചാടി വരാറുണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നതാണ്. നമ്മുടെ ചെക്കൻ തൂക്കിയിട്ടേക്കുന്നു. ഓരോരുത്തരും വന്നിട്ട് അടിച്ചിട്ട് പോകണം. നല്ല രസമാണ് കാണാൻ, ഇങ്ങനെ അടിച്ചിട്ട് പോകണത് കാണാൻ തന്നെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഇതേപോലെ ചെയ്തു നോക്കുക. ഓക്കെ, അടിപൊളി. ഓക്കെ, എല്ലാവർക്കും സൂപ്പർ. മീൻ വളർത്തൽ ഇഷ്ടപ്പെടുന്നവരൊക്കെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കും.